കോഴിക്കോട്ടെ പാളയം മാർക്കറ്റ് പ്രവർത്തനക്ഷമമല്ലെന്നും പൊളിച്ചു നീക്കണമെന്നുമുള്ള NIT റിപ്പോർട്ട് ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പാളയം പച്ചക്കറി മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി. മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിച്ച് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് വ്യാപാരികൾ. വ്യാപാരത്തിനുള്ള ലൈസൻസ് ഉൾപ്പെടെ അനുവദിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. കാലിക്കറ്റ് NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് പാളയം മാർക്കറ്റ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. നിലവിലെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കില്ലെന്നും ശക്തമായ മഴയിൽ ഇവയ്ക്ക് തകർച്ച സംഭവിക്കാമെന്നുമാണ് NIT റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിച്ച് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നതാണ് വ്യാപാരികളുടെ ആവശ്യം. എന്തോ ഒരു ഹിഡൻ അജണ്ട വെച്ചിട്ട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താങ്കടവിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ സംഘടിതമായി തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കാനാണ് ഞങ്ങൾ. ഇപ്പോഴത്തെ നിലവിൽ പാളയത്തിന് ഒരു കുഴപ്പമില്ല. ഇനി ഒരു 50 വർഷം പോയാലും ഒരു കുഴപ്പമില്ല. വേറെ അവിടുന്ന് പറിച്ചു നട്ടുകൊണ്ടുള്ള ഒരു വികസനം അതിന്റെ ആവശ്യം ഇപ്പോൾ കോഴിക്കോട് സിറ്റിക്കില്ല. വ്യാപാരത്തിനുള്ള ലൈസൻസ് അനുവദിക്കണം, കോർപ്പറേഷൻ വാടക സ്വീകരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കോർപ്പറേഷനിലേക്ക് മാർച്ചും നടത്തിയിരുന്നു. കോഴിക്കോട് നഗരപരിധിയിലെ ബലക്ഷയമുള്ള കെട്ടിടങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് NIT സംഘം എത്തിയതെന്നും പാളയം മാർക്കറ്റിന്റെ റിപ്പോർട്ട് ധൃതി പിടിച്ച് തയ്യാറാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SV സയ്യിദ് മുഹമ്മദ് ഷമീൽ പറഞ്ഞു. NIT പോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കണം തീരുമാനിച്ചിട്ട് നാളിന്ന് വരെ 16 കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? 5 വിരൽ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവരുടെ താല്പര്യം എന്താണ്. ആ താല്പര്യത്തിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.